നേപ്പാൾ നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റീല് സേവ് ചെയ്ത് വെച്ചോ. അടിപൊളി ഒരു സ്പോട്ടിലാട്ടോ ഇന്ന് നമ്മൾ പോകുന്നത്. നേപ്പാളിലെ മനാങ് ഡിസ്ട്രിക്റ്റിലുള്ള ഗംഗപൂർണ ലേക്കിലേക്ക്. ലാസ്റ്റ് ഞാൻ പറഞ്ഞു മനാങ്ങിൽ ഞാൻ 3 ദിവസം ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെ ഇവിടെ എത്തിയെന്ന്. നമ്മുടെ കാത്മണ്ഡുവിൽ നിങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ കാത്മണ്ഡു എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബേഷഷഹറിലേക്ക് ഷെയർഡ് ക്യാബ് വഴി ട്രാവൽ ചെയ്യാം. അവിടുന്ന് നിങ്ങൾക്ക് ജീപ്പ് ഹയർ ചെയ്യാവുന്ന കേട്ടോ. മനാങ്ങിലേക്ക് 3 ദിവസത്തേക്ക് നിങ്ങൾക്ക് ജീപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഗംഗപൂർണ ലേക്കിലാണ്. അതായത് മനാങ് ഡിസ്ട്രിക്റ്റിൽ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഒരു 10, 15, 20 മിനിറ്റേ ഉള്ളൂ. നല്ല അടിപൊളി വഴിയാണ്. വഴി ചെന്ന് എത്തുന്നത് ഈ ഒരു ലേക്കിലാണ്. ലേക്ക് ടെർക്കോയിസ് ബ്ലൂ കളറാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ ഈ വാൾപേപ്പർ അല്ലെങ്കിൽ ഈ സ്ക്രീൻ സേവർ ഇല്ലേ പഴയ കമ്പ്യൂട്ടറിൽ, അതിൽ കാണുന്ന ഒരു അടിപൊളി വ്യൂ ഇല്ലേ, ആ ഒരു വ്യൂ നേരിട്ട് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇതൊരു ഗ്ലേഷ്യർ ലേക്കാണ് ആക്ച്വലി. നമ്മുടെ ഗംഗപൂർണ, അന്നപൂർണ മൗണ്ടൻസ് ഗ്ലേഷ്യേഴ്സിൽ നിന്ന് ഉരുകി വരുന്ന വെള്ളം ലേക്കായി മാറുന്നതാണ് ഈ ഒരു ലേക്ക് കേട്ടോ. ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞാൽ ഈ ലേക്കിലേക്ക് നടക്കാനുള്ള വ്യൂ ആണ് കേട്ടോ. ഈ വില്ലേജിൽ കൂടെ നമ്മൾ ഇതിൽ കൂടെ നടക്കുമ്പോൾ ഭയങ്കര പീസ്ഫുൾ ആണ്. ഒട്ടും തിരക്കില്ല. മനാങ്ങിലൊന്നും അധികം ആരും എക്സ്പ്ലോർ ചെയ്യാൻ വരാത്ത എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. കാരണം അത്ര ബ്യൂട്ടിഫുൾ ഒരു വില്ലേജ് ആണ്. അപ്പോൾ നിങ്ങൾ നേപ്പാൾ വരുവാണെങ്കിൽ ഈ ഒരു സ്പോട്ട് ഒരിക്കലും മിസ് ചെയ്യരുത്. സേവ് ചെയ്ത് വെച്ചോ കേട്ടോ. ബൈ ഫ്രം ട്രാഫിറ്റേൽസ്.